എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വിഷുക്കാലം കൂടി ഇങ്ങെത്തിക്കഴിഞ്ഞു. വിഷു എന്നാൽ മലയാളികൾക്ക് പുത്തൻ സിനിമകൾ തിയേറ്ററിൽ എത്തുന്ന ആഘോഷകാലം കൂടിയാണ്. ഇത്തവണയും ആ പതിവിന് മാറ്റമില്ല. വിഷു ആഘോഷം കൊഴുപ്പിക്കാൻ മലയാളത്തിൽ നിന്ന് 3, തമിഴിൽ നിന്ന് 1 ചിത്രവുമാണ് പ്രദർശനത്തിനെത്തുന്നത്. 4 ചിത്രങ്ങളെ കുറിച്ചും സിനിമാ പ്രേമികൾക്കുള്ളത് തികഞ്ഞ വിജയ പ്രതീക്ഷകൾ മാത്രം. ബസൂക്ക. തിരക്കഥാകൃത്ത് കലൂർ ഡെനീസിന്റെ മകനായ ഡിനോ ഡെനീസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക്ക. ഗെയിം ത്രില്ലറായാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത്. സംവിധായകനും നടനുമായ ഗൗതം മേനോനും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്ക് ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. തിയേറ്റർ ഓഫ് ഡ്രീംസ് ഇൻ അസോസിയേഷൻ വിത്ത് സരിഗമയുടെ ബാനറിൽ പ്രശസ്ത തിരക്കഥാകൃത്ത് ജിനുവി എബ്രഹാം, ഡോൾവിൻ കുര്യാക്കോസ് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. സിദ്ധാർത്ഥ് ഭരതൻ, ഷൈൻ ടോം ചാക്കോ, ഡീൻ ഡെന്നി, സുമിത് നേവൽ, ബിഗ് ബി ഫെയിം, ദിവ്യ പിള്ള, ഐശ്വര്യ മേനോൻ, സ്ഫടികം ജോർജ് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. സയ്യിദ് അബ്ബാസ് ആണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. നിമേഷ് രവിയാണ് ഛായാഗ്രഹണം. ഏപ്രിൽ 10 ചിത്രം തിയേറ്ററുകളിൽ എത്തും. മിന്നൽ മുരളിക്ക് ശേഷം ടൊവിനോയും ബേസിലും ഒന്നിക്കുന്ന ചിത്രമാണ് മരണമാസ്. എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത്തവണ നിർമ്മാതാവിന്റെ കുപ്പായം അണിഞ്ഞ് ക്യാമറയ്ക്ക് പിന്നിലാണ് ടൊവിനോ. ബേസിലാകട്ടെ നായകനായി ക്യാമറയ്ക്ക് മുന്നിലും. നടൻ സിജു സണ്ണിയാണ് കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത്. സംവിധായകൻ ശിവപ്രസാദും തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായുണ്ട്. ചിത്രത്തിലെ ബേസിലിന്റെ പ്രത്യേക ഗെറ്റപ്പ് ഇതിനകം ചർച്ചയായി കഴിഞ്ഞു. ബാബു ആന്റണി, സുരേഷ് കൃഷ്ണ, സിജു സണ്ണി, രാജേഷ് മാധവൻ, പുലിയനം പൗലോസ് എന്നിവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. അനിഷ്മ അനിൽകുമാർ ആണ് നായിക. ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസ്, റാഫേൽ ഫിലിംസ് പ്രൊഡക്ഷൻസ്, വേൾഡ് വൈഡ് ഫിലിംസ് എന്നീ ബാനറുകളിൽ ടൊവിനോ തോമസ്, റാഫേൽ പൊഴാലിപ്പറമ്പിൽ, തൻസീർ സലാം, ടിങ്സ്റ്റർ തോമസ് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഏപ്രിൽ 10 തന്നെയാണ് മരണമാസം റിലീസ് ചെയ്യുന്നത്. തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാന്റെ സംവിധാനം, പ്രേമലുവിലൂടെ ബമ്പർ ഹിറ്റടിച്ച നസ്ലിൻ ഗഫൂർ നായകൻ, ഒപ്പം വലിയൊരു യുവതാര നിരയും. ആലപ്പുഴ ജിംഖാനയ്ക്കായി കാത്തിരിക്കാൻ മറ്റെന്തു വേണമെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. നസ്ലിന് പുറമെ ഗണപതി, ലുക്മാൻ, സന്ദീപ്, പ്രദീപ് തുടങ്ങിയ താരങ്ങളുടെ ഗെറ്റപ്പും ശ്രദ്ധേയമായി കഴിഞ്ഞു. അനഘ രവി, ഫ്രാങ്കോ ഫ്രാൻസിസ്, ബേബി ജീൻ, ശിവ ഹരിഹരൻ, ഷോൺ ജോയ്, കാർത്തിക്, നന്ദ നിഷാന്ത്, നോയില ഫ്രാൻസി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ആലപ്പുഴ ജിംഖാന നിർമ്മിക്കുന്നത് പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിലും റിയലിസ്റ്റിക് സ്റ്റുഡിയോയുടെ ബാനറിലും ഖാലിദ് റഹ്മാൻ, ജോബിൻ ജോർജ്, സമീർ കാരാട്ട്, സുബീഷ് കണ്ണഞ്ചേരി എന്നിവർ ചേർന്നാണ്. പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ ആദ്യ നിർമ്മാണ സംരംഭമാണിത്. ഛായാഗ്രഹണം ജിംഷി ഖാലിദ്, ചിത്ര സംയോജനം നിഷാദ് യൂസഫ്, സംഗീതം വിഷ്ണു വിജയ്, ഓഡിയോഗ്രാഫി വിഷ്ണു ഗോവിന്ദ്, ലിറിക്സ് മുഹ്സിൻ പരാരി, വസ്ത്രാലങ്കാരം മാർഷൽ ഹംസ, VFX ഡിജി ബ്രിക്സ്, മേക്കപ്പ് റോൺ എക്സേവിയർ, ആക്ഷൻ കോറിയോഗ്രാഫി ജോഫിൻ ലാൽ, കലേ കിങ്സൺ, ആർട്ട് ഡയറക്ടർ ആഷിഖ് S, അസോസിയേറ്റ് ഡയറക്ടർ ലിതിൻ KT, ലൈൻ പ്രൊഡ്യൂസർ വിഷാദ് KL, പ്രൊഡക്ഷൻ കൺട്രോളർ പ്രശാന്ത് നാരായണൻ, വിതരണം സെൻട്രൽ പിക്ചേഴ്സ്, ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ്. മാർക്ക് ആന്റണി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി. അജിത് കുമാർ ആണ് നായകൻ. വിടാമുയർച്ചി എന്ന ഈ വർഷം തന്നെ ഇറങ്ങിയ ചിത്രത്തിന്റെ ക്ഷീണം മാറ്റാനും ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം എഴുതാനും ലക്ഷ്യമിട്ടാണ് അജിത് ഗുഡ് ബാഡ് അഗ്ലിയുമായി കേരളത്തിൽ എത്തുന്നത്. അജിത്തിന്റെ കരിയറിലെ വൻ ഹിറ്റുകളായ മങ്കാത്ത, ദീന, ബില്ല തുടങ്ങിയ ചിത്രങ്ങളുടെ റഫറൻസുകൾ നിറഞ്ഞ ട്രെയിലർ ഇതിനകം തന്നെ ട്രെൻഡിംഗ് ആയി മാറിയിട്ടുണ്ട്. മൈത്രി മൂവി മേക്കേഴ്സും ടീം സീരീസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. അർജുൻ ദാസ്, സുനിൽ, പ്രസന്ന, റെഡിൻ കിങ്സ്ലി, ജാക്കി ഷറോഫ്, പ്രഫു, യോഗി ബാബു,
തൃഷ, പ്രിയ വാര്യർ, സിമ്രാൻ എന്നിവരാണ് മറ്റു പ്രധാന വേഷങ്ങൾ. അഭിനന്ദൻ രാമാനുജനാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. GV പ്രകാശാണ് സംഗീതം. ഏപ്രിൽ 10 തന്നെയാണ് ഈ അജിത് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ഇതുപോലുള്ള സിനിമ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.